എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഓരോ ദിവസവും ഈ കളിയാക്കിയിടുന്ന വീഡിയോസിന് അതിരില്ല. ഈ കളിയാക്കലാണ് നിർത്തിയാൽ മതി. എന്തിന് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യം? എനിക്ക് പണ്ടത്തെ ആ ജിഷേൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അമ്മ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നടത്തിയൊരു പ്രസ്താവന നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. എനിക്ക് തറവാട്ടിലെ ആൾക്കാർക്കൊക്കെ സൗന്ദര്യം ഉള്ളത് കൊണ്ട് ഞാനും സൗന്ദര്യവതിയാണ് എന്നുള്ള ഒരു ട്രോളിറങ്ങിയത് നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലേ? അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പം താത്തേൻ്റെ. എന്താ ചെയ്യുക, മറ്റുള്ള ആൾക്കാർ അവരെ കണ്ണിൽ എന്താ പറയുക, അധികം രസമില്ലാത്ത പ്രിയനെ കൊണ്ടെല്ലാം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അങ്ങനെയാണ് എന്നെ കൊണ്ടെല്ലാം പറയുന്നത് കേൾക്കുന്നില്ലേ? മൊയന്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിലൊന്ന് പോയിട്ട് നോക്കുക. രണ്ടാൾക്കാരും നിങ്ങളെക്കാട്ടി ഒരുപാട് നല്ല സൗന്ദര്യവതികളായ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത അഹംഭാവം നിങ്ങൾക്ക് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നിങ്ങളെ ഇപ്പം ഈ വെറും 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന് നീ പറയുന്നുണ്ട് എല്ലാവരോടും. ആ ചാനൽ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഈ 8ാം ക്ലാസ് ഇതും വെച്ചിട്ട് 8ാം ക്ലാസ്സും ഗുസ്തിയും വെച്ചിട്ട് നീ മറ്റുള്ള ആൾക്കാരെ എന്തിനു പരിഹസിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയിട്ട് അങ്ങ് പോയാൽ പോരെ. നിങ്ങൾ ദിവസവും വന്നിരുന്ന് എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? പിന്നെ നരേന്ദ്രമോദീൻ്റെ ഫോട്ടോ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഈഗോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും ഞാൻ കണ്ടു. സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. കാര്യം തുറന്നു പറയുന്നത് എന്താ, പിന്നെ നിങ്ങൾക്ക് സ്വർണ്ണം എടുക്കാൻ പറ്റും. ഇനി 10 അല്ല 20 പവൻ വേണ്ടിക്കല്ലേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ടാണെന്നറിയാവുക? 10-18 പീഡന കേസ് എന്ന് പറയുമ്പോൾ ചില്ലറ പൈസയാണ് നിങ്ങൾ വാങ്ങിച്ചത് അവരൊക്കെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് തെറ്റായിപ്പോയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. കാരണം അവർ ഈ പൈസ വാങ്ങിയ ആൾക്കാർ, പൈസ തന്ന ആൾക്കാർ നിങ്ങളെ മുന്നിൽ വരൂല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെയിറ്റ് ആൻഡ് സീന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നില്ലേ, അതാണ്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളാൽ ശിക്ഷിക്കപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് നിങ്ങളെ ചുറ്റിലും. അവരാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. കോടതിയിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? കോടതിയിൽ വന്നിട്ട് പറയാം. ഇപ്പോൾ എന്തായാലും കോടതി തന്നെ നിങ്ങളെ ഇതാക്കിയതാണ്. കാരണം ഇത്രക്കായിരം കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കോടതി തന്നെ, കാരണം കെട്ടിയിട്ട് പീഡിപ്പിച്ച് 1 വർഷം കഴിഞ്ഞ് കേസ് കൊടുക്കുക, വലിച്ചിട്ട് വാരി ഡ്രസ്സ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഹാജരാക്കുക. കോടതിക്ക് തെളിവല്ലോടും മുഖ്യവും. ഇതൊക്കെ ഞാൻ പറഞ്ഞതിനെ കൊണ്ട് ഒന്നും തോന്നരുത്, ഞാമനൊന്നും തോന്നരുതേ. ബൈ ബൈ.